ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വാർത്ത മോട്ടോർ വാഹന വകുപ്പ് കേരളത്തെ ഞെട്ടിച്ച കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു അപകടത്തിൽ നടപടിയെടുത്തിരിക്കുന്നതാണ്. ജോലിയുടെ ഭാഗമായിട്ട് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഒരു യുവാവ് അപകടത്തിൽ മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ഈ വിഷയത്തിൽ പ്രതികളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അഭിന പി ചിറക്കൽ വിവരങ്ങളുമായി ചേരുന്നു. ഏതൊക്കെ പ്രതികളുടെ എന്തൊക്കെ ലൈസൻസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലും ഈ രണ്ട് പ്രതികൾക്കെതിരെ സാബിത്തിനും അതുപോലെ തന്നെ റെയ്സിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. അതുകൂടാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ കേസെടുക്കുന്നതുമായി നടപടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ബെൻസ് കാറിൽ ഈ ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ചത് സാബിത്തായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് സാബിത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഡിഫൻഡർ വാഹനം ഓടിച്ചിരുന്നത് റെയ്സ് ആയിരുന്നെന്നും റെയ്സിന്റെ ലൈസൻസ് 6 മാസത്തേക്കാണ് നിലവിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും ഇരുവർക്കെതിരെയും കൃത്യമായ രീതിയിൽ ഒരു നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ആൽവിന് ഇൻഷുറൻസ് ലഭിക്കില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത് എന്നൊരു കള്ളമാണ് ഇരുവരും പറഞ്ഞിരുന്നത്. ഇരുവരുടെയും മൊഴിയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും 3 തവണ ചോദ്യം ചെയ്തിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് സാബിത്ത് ഓടിച്ചിരുന്നത് ബെൻസ് ആണെന്നും ഈ ബെൻസാണ് സാൽവിനെ ഇടിച്ചിരുന്നതെന്നും അറിയാൻ സാധിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ ഡിഫൻഡർ വാഹനം ഓടിച്ചിരുന്നത് റെയ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെയ്സിനെ താക്കീത് നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ സാബിത്തിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡി ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു വാഹനത്തിന് ഇത്തരത്തിൽ പ്രൊമോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ പൊതുനിരത്തുകളിൽ ഇറങ്ങി വാഹനം ഇത്തരത്തിലൊരു ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് മറ്റു നടപടികളിലേക്ക് പോകുമെന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റീൽസും അതുപോലെ തന്നെ മറ്റു വീഡിയോ ഷൂട്ടുകളും ഒന്നും തന്നെ പാടില്ല എന്നുള്ള രീതിയിൽ അടക്കം മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജോലിയുടെ ഭാഗമായിട്ട് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ നടപടിയെടുത്തിരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പ്. പ്രതികളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഓർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ജോലിയുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ച പ്രൊമോഷൻ വീഡിയോ ആണ് എങ്കിൽ പോലും ജോലിയുടെ ഭാഗമായിട്ട് എന്തിൻ്റെ ഭാഗമാകട്ടെ, സിനിമാ ചിത്രീകരണം പോലും ആകട്ടെ, എന്തായാലും തെരുവിൽ അത് ചിത്രീകരിക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നേരത്തെ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിരിക്കണം. അനുവാദം വാങ്ങിക്കാതെ ചെയ്യുന്ന എല്ലാം നിയമവിരുദ്ധമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വളരെ കർശനമായിട്ട് തങ്ങളുടെ ഉത്കണ്ഠ വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തെരുവുകളിൽ, ബൈപ്പാസുകളിൽ റീലുകൾ ചിത്രീകരിക്കാൻ എന്ന പേരിൽ ആഡംബര ബൈക്കുകളിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ യാത്രാ സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ട് വലിയ ശബ്ദത്തിൽ കൈകൾ വിട്ടുകൊണ്ട് നിയമലംഘന യാത്രകൾ നടത്തുകയും ഒരു കൈ കൊണ്ട് റീൽസിന് വേണ്ടി മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിക്കുകയും മറുകൈ കൊണ്ട് മാത്രം വണ്ടി ഓടിക്കുകയും ചില നിമിഷങ്ങളിൽ ആ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ വീണ്ടും ആവേശം കൊണ്ട് 2 കൈയും വിട്ട് യാത്ര ചെയ്യുകയും ബൈക്ക് എവിടെയെങ്കിലും ഇടിക്കുകയും റീൽസ് ഇല്ലാതാവുകയും ഒരു നിശ്ചല ചിത്രമായി ആദരാഞ്ജലികളുടെ ഫോട്ടോയായി പിറ്റേന്ന് വാർത്തയാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കൗമാരം മാറിപ്പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്തവൈബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു കൊണ്ടുപോകുന്നവർ മുന്നോട്ട് പോവുക, നാളെ നിശ്ചല ചിത്രമായി ആദരാഞ്ജലികൾ നേടുക എന്ന് തിരിച്ച് പറയേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ അറിയില്ല. പ്രേക്ഷകർ തീരുമാനിക്കുക.